റബീഉൽ അവൽ മാസത്തിൽ ധാരാളം ആളുകൾ പ്രവാചക സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, സ്നേഹപ്രകടനവും ജന്മദിനാഘോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരാളോടുള്ള നമ്മുടെ സ്നേഹം കാണിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അധ്യാപനം ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം പ്രവാചകനായി സ്വഹാബത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി ആരുടെയെങ്കിലും ജന്മദിനം ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുകയോ പ്രവാചകൻ ആ നിലക്ക് ആഘോഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എത്ര പ്രവാചകന്മാർ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം അറിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചാൽ നടക്കില്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെ അത് അറിയിച്ച് കിട്ടില്ലേ? ഏതൊക്കെ നബിമാരുടെ ജന്മദിനം അറിയാനുള്ള സാഹചര്യം അള്ളാഹുവിൻ്റെ റസൂലിന് ഉണ്ടാവില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അന്വേഷിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ആ ജന്മദിനങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നബിമാരെ എല്ലാം സ്നേഹിച്ചിട്ടുണ്ട്, അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യ ഘടകങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലും ഒരു നബിയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിട്ടില്ല, സ്വഹാബത്തിന് പകർന്നു കൊടുത്തിട്ടുമില്ല. എൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തെ നിങ്ങൾ പ്രകടിപ്പിക്കണം, എന്നോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കണമെന്ന് സ്വഹാബത്തിനോട് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല.